ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു ക്ഷേത്രത്തിലേക്ക് പോയാലോ? കോട്ടയം ജില്ലയിലെ ചാന്നാനിക്കാടുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ ഞാൻ കുളിച്ച് റെഡിയായി ഭഗവാനുള്ള തുളസി ഇലയും ചെത്തിപ്പൂവും നന്ദ്യാർ വട്ടപ്പൂക്കളുമായിട്ടാണ് ഞാൻ പോകുന്നത്. പോകുന്ന വഴിയൊക്കെ കാണാൻ മനോഹരമാണ് കേട്ടോ. അതിമനോഹരമായ സ്ഥലങ്ങളൊക്കെയാണ് പോകുന്ന വഴി. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഞാൻ ടൂ വീലറിനാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ട് സൈഡിലും അതിമനോഹരമായ പാടങ്ങളും പിന്നെ പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും ഒക്കെ നമുക്ക് കണ്ണിന് കാഴ്ച ഭംഗിയേകുന്നു. ശംഖുചക്ര ഗദാ പത്മധാരിയായിട്ടുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉപദേവതയായിട്ട് നാഗദൈവങ്ങളുമുണ്ട്. ഞാൻ ഇതുവരെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ ഗുരുവായൂരപ്പനായിട്ട് ഞാൻ ഈ ചാന്നാനിക്കാട് അപ്പനെയാണ് കണക്കാക്കുന്നത്. കാരണം ഗുരുവായൂർ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ഭഗവാനല്ലേ ഏറ്റവും വലുത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഈ ഭഗവാൻ തന്നെയാണ് എനിക്ക് ഗുരുവായൂരപ്പൻ. ഇവിടുത്തെ പാൽപ്പായസത്തിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. പൂജ കഴിഞ്ഞ് ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങുമ്പോൾ എല്ലാവർക്കും പാൽപ്പായസം ഉണ്ട് അവിടെ. ആ പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്.